ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും neethuslifediariesലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. നമ്മുടെ തലേ ദിവസം ബാക്കി വന്ന റൈസ് വെച്ചിട്ടാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. നമ്മൾ നോർമലി വെക്കുന്ന കുത്തരി ചോറില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. എണ്ണയ്ക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ഏലയ്ക്ക, ഒരു ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 2 ഗ്രാമ്പൂ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ സവാളയും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഈ സമയത്ത് തന്നെ നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പ്രധാന ഐറ്റമായ നമ്മുടെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വേണ്ട, അതിലും കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം, അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം. അതിലുള്ള വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പുതിന ഇല ചേർക്കുമ്പോൾ വളരെ കുറച്ച് മതിയാവും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിന ഇല ചേർക്കുന്നത്. ഇനി നമുക്ക് പ്രധാന ഐറ്റമായ നമ്മുടെ കുത്തരിച്ചോറ്, ബാക്കി വന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചോറ് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകാതെ വേണം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ. അങ്ങനെ അവസാനം നമ്മുടെ ടൊമാറ്റോ റൈസ്, അതായത് നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ തക്കാളി ചോറ്. വെറും 15 മിനിറ്റ് മതി നമുക്കത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്കിനി കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.